ഇത് സിനിമയെ വെല്ലുന്ന കാര്യമാണ്. 4 പതിറ്റാണ്ട് മുമ്പ് 2 കൊലപാതകങ്ങൾ നടത്തിയെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഏറ്റുപറയുക. പോലീസുകാർ ഇതാരാണ് മരിച്ചതെന്നറിയാതെ തെരഞ്ഞു നടക്കുക. ഒടുവിൽ അതിന് കഴിഞ്ഞ ദിവസം ഒരു വഴിത്തിരിവുണ്ടായി. ചെറുതല്ല, 10-16 വയസ്സുള്ളൂ. അപ്പൊ ഇദ്ദേഹം പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് അതിൽ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. 8-10 ഏക്കറോളം സ്ഥലത്ത് എന്റെ പരിസരത്തൊന്നും ഒരു വീടുമില്ല. ഞാൻ വരുന്ന സമയത്ത് ഇയാളെ ഉപദ്രവിച്ചു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ചെറിയൊരു തോടാണ്, ഒരാൾക്ക് കഷ്ടി ഇറങ്ങിയിരിക്കാൻ പറ്റിയ തോടാണ്. അപ്പൊ ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി. അപ്പൊ ഇയാൾ കവന്ന് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് 2 വട്ടം ചവിട്ടി. ഞാൻ അനക്കമില്ലാന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഓടിപ്പോയതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് അങ്ങാടിക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ തോട്ടിൽ ഒരു ബോഡി കിടപ്പുണ്ട്, അത് ചീഞ്ഞു തുടങ്ങിയതാണ്. അത് ഞാൻ പോയി നോക്കിയപ്പോൾ ഞാൻ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെയാണ് ഒന്ന് കിടന്നത്. പക്ഷെ ആരും ഒന്നും എന്നെ സംശയിച്ചിട്ടില്ല. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് അവിടെ പോവുകയും ചെയ്തു. ഈ സമയത്ത് പറയേണ്ട ഒരു കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന്. രണ്ടാമത് മോനെ ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ രണ്ടാമത്തെ മോന് ചെറുതായിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ അതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് വളരെ തകർന്നു പോയി. കൊലക്കുറ്റം നടക്കുമ്പോൾ കൊലപാതകയ്ക്ക് പിന്നാലെ പോകുന്ന പോലീസ് അങ്ങനെ ഒരു കൊലപാതകിയുടെ കൺഫഷന് ശേഷം ആരാണ് മരണപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. 1 വർഷത്തിന് ശേഷമാണ്, കൃത്യമായി പറഞ്ഞാൽ 11 മാസത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടത് ഇരിക്കൂർ സ്വദേശി മോഹനാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അപ്പോൾ പോലീസിന് കുറച്ചാശ്വാസമായി. അവിടെയും തീരുന്നില്ല. താൻ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും തല പുകയ്ക്കുകയാണ് കോഴിക്കോട് പോലീസ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ജീവിതത്തിൽ മനസമാധാനത്തിന് എത്രത്തോളം വലിയ വിലയുണ്ട് എന്ന് കാട്ടിത്തരുകയാണ് മുഹമ്മദ് എന്ന പ്രതി.